നമസ്കാരം സുഹൃത്തുക്കളെ. ഈ തവണ വിഷു ആഘോഷിക്കാനായിട്ട് നെന്മാറയ്ക്കാണ് പോയത്. ശ്രീകുട്ടനും അച്ചൂട്ടിയും സ്കൂൾ അടച്ചപ്പോൾ തുടങ്ങി അവിടെയുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ് രണ്ടുപേരും, സ്മിതയും. അപ്പോൾ വണ്ടി കൊണ്ട് വന്നതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങ് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. നെന്മാറ വേല കഴിഞ്ഞ് പന്തലെല്ലാം അഴിച്ചു. അങ്ങനെ അമ്മൂമ്മേനെയും കൂട്ടിയിട്ടാണ് പോയത്. അമ്മൂമ്മ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്പലത്തിലേക്ക് വന്നത്. പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും തിരക്കൊഴിഞ്ഞ് ഈ അമ്പലം കാണുന്ന ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. കാരണം ഇത്രയും വലിയൊരു അമ്പലത്തിൽ തിരക്കൊഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് വൈകിയാണോ അതുകൊണ്ടായിരിക്കാം. ഏകദേശം ഒരു 9:30-10 മണി ആവാറായിരുന്നു. ആ സമയത്താണ് വന്നത്, അതുകൊണ്ടാണെന്ന് അറിയില്ല. വളരെ തിരക്കുറവായിരുന്നു. സാധാരണ വിഷുവിൻ്റെ തലേദിവസമൊക്കെ വരുമ്പോൾ നല്ല തിരക്കാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒട്ടും തിരക്കുണ്ടായില്ല. വളരെ സുഖമായിട്ട് തൊഴുവാൻ പറ്റി. ഇതുപോലെ ചെറിയ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ ഇതുവരെ ഇത്രയും മനോഹരമായിട്ട് ഈ അമ്പലം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. എപ്പോഴും തിരക്കാണ് ഇവിടെ. വളരെ മനോഹരമായിട്ട് ആൽത്തറ കെട്ടിത്തിരിച്ചിരിക്കുകയാണ് ഇവിടെ. പിന്നെ ഇവിടെ കാണുന്നതാണ് വല്ലങ്ങിയുടെ പന്തൽ. നെന്മാറ വേല കഴിഞ്ഞിട്ട് പന്തലൊക്കെ അഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഈ അമ്പലത്തിലേക്ക് ഇറങ്ങി വരുന്നിടത്ത് കണ്ടത് നെന്മാറയുടെ പന്തൽ, ഇത് വല്ലങ്ങിയുടെ പന്തൽ. പിന്നെ മഴയൊക്കെ പെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല പച്ചപ്പുണ്ട്. സാധാരണ ഈ വേനൽക്കാലത്തൊക്കെ വരുമ്പോൾ ഇതുപോലെ പച്ചപ്പൊന്നും കാണാറില്ല. ഉണങ്ങി വരണ്ട് കിടക്കാനാണ് പതിവ്. പക്ഷേ ഇപ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട്. കണ്ടോ, അമ്പലക്കുളമൊക്കെ ഉണ്ടോ, നല്ലൊരു പ്രത്യേക ഐശ്വര്യമാണ്. നിറയെ വെള്ളമായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ കാണുന്ന പാടത്താണ് വെടിക്കെട്ട് നടക്കുന്നത്. കണ്ടോ, ഇപ്പോൾ വെടിക്കെട്ട് നടന്നതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് കിടക്കുന്നത്. പേപ്പറുകളും ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും അടുത്ത കൃഷി ഇറക്കുന്നത്. എന്തായാലും ഇപ്പോൾ ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. കാരണം അതുപോലെ കിടക്കുന്നുണ്ട് വേസ്റ്റൊക്കെ. കണ്ടോ, പേപ്പറുകളും ഇതൊക്കെ കിടക്കുന്നുണ്ട്. ശരിക്കും അങ്ങ് അറ്റം വരെ കാണാം. ഈ പാടശേഖരങ്ങൾക്ക് അക്കരെ കാണുന്നതാണ് ആദനാട് കുന്ന്. ഇതിൻ്റെ മുകളിലായിട്ടൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അവിടെ ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ തിരിച്ചു വരാൻ നേരത്ത് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട്, അവിടെ ഇരിക്കാൻ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഇത് കെട്ടിയിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും നിരന്നിരിക്കാൻ പറ്റും. അങ്ങനെ 4 തലമുറേനെ ഒരുമിച്ചിരുത്തി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛനും ശ്രീകുട്ടനും 4 തലമുറയിലുള്ള അമ്മമാരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്.